ദൂരത്തും ചാരത്തും വീടുകളിലും ബീച്ചുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമായിരിക്കുന്ന ബഹുമാനരായ എല്ലാ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും ജ്യേഷ്ഠാഞ്ജന്മാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ വെള്ളിയാഴ്ചയുടെ ഈ ഉച്ച സമയത്ത് മനോഹരമായ ഈ ദേശത്ത് കടന്നു വന്ന ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്കുമിടയായ ഈ നല്ല നിമിഷത്തിനായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇത് പ്രഭാതത്തിൽ അനുഗ്രഹീതരായ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു തുടക്കം കുറിച്ച ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഈ ഉച്ച സമയത്ത് ഈ മനോഹര ദേശത്തും ആയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വല്ലാത്ത ഒരു ലോകത്തിൽ നാം വന്നു നിൽക്കുകയാണ്. മദ്യവും മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളും മനുഷ്യനെ മുച്ചോട് മുടിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ഇങ്ങനെയുള്ള കവലകളിലും പട്ടണങ്ങളിലും ഇങ്ങനെ വിളിച്ചു പറയുന്നുവെന്ന് ചോദിച്ചാൽ അതിനുള്ള ഏക ഉത്തരം ഇന്നത്തെ ദൃശ്യശ്രവണ മാധ്യമത്തിൽ കൂടി നാം എല്ലാവരും കാണുന്ന, കേൾക്കുന്ന, വായിക്കുന്ന വാർത്തകൾ തന്നെയാണ്. എന്താണ് നാം ഇന്ന് കാണുന്ന വാർത്തകൾ? എന്താണ് നാം ഇന്ന് കേൾക്കുന്ന വാർത്തകൾ? എന്താണ് നാം ഇന്ന് വായിക്കുന്ന വാർത്തകൾ? എന്നും പ്രഭാതത്തിൽ സൂര്യന്റെ പൊൻകിരണങ്ങൾ പൊട്ടിവിടർക്കുന്ന പ്രഭാത സമയത്ത് പത്രക്കാരന്റെ കയ്യിൽ നിന്ന് മുറ്റത്തേക്ക് പറന്നു വീഴുന്ന പത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കുന്ന മലയാളി ഞെട്ടലോടുകൂടിയാണ് തന്റെ ദൈനംദിന ജീവിതത്തിൽ തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെയുള്ള വാർത്തകൾ കൊണ്ട് നമ്മുടെ ദൃശ്യശ്രവണ മാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ജനിപ്പിച്ച പിതാവിന് തന്റെ കുഞ്ഞിനെ തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു ലോകം, തന്റെ കൂടെ പിറന്ന കുഞ്ഞനിയത്തിയെ തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു ലോകം, ജനിപ്പിച്ച മാതാവ് തന്റെ സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയുന്ന ആധുനിക ലോകം, തന്റെ സ്വന്തം കുഞ്ഞെന്ന് കാണേണ്ട കൊച്ചപ്പൻ, ഇളയപ്പൻ, വല്യപ്പന്മാരെല്ലാം സ്വന്തം കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കൊല്ലുന്ന ഒരു വല്ലാത്ത ഒരു കാലത്തിലേക്ക് നാം മാറിയിരിക്കുകയാണ്. വിദ്യ എന്ന രണ്ടക്ഷരം പഠിപ്പിച്ചു കൊടുക്കേണ്ട, പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകർക്ക് തന്റെ മുൻപാകെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാത്ത വല്ലാത്തൊരു ലോകത്തിലേക്ക് നാം വന്നു നിൽക്കുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണം? ആധുനികമാകുന്ന ഒരുപാട് നേട്ടങ്ങൾ നമുക്കിന്ന് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നുണ്ട്. പണ്ടുള്ളതിനേക്കാളും ശ്രേഷ്ഠകരമാകുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നല്ല യാത്രാ സൗകര്യങ്ങൾ നമുക്കുന്നുണ്ട്. നല്ല ജീവിത രീതികൾ നമുക്കുന്നുണ്ട്. നല്ല ജോലികളുണ്ട്. നല്ല സുരക്ഷിതത്വമുള്ള നല്ല ഭവനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഈ ലോകത്ത് കുറ്റങ്ങൾ വർദ്ധിക്കുന്നു, പീഡനങ്ങൾ വർദ്ധിക്കുന്നു, ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ദാമ്പത്തിക തകർച്ചകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണം? പണമില്ലാത്തത് കൊണ്ടല്ല, പഠിപ്പില്ലാത്തത് കൊണ്ടല്ല, നല്ല ജോലി ഇല്ലാത്തത് കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു? ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആരോഗ്യത്തിന് ഹാനികരമെന്ന് മുന്നറിയിപ്പുകൾ നൽകിയിട്ടും മനുഷ്യൻ എന്ത് വില കൊടുത്തും ലഹരി പദാർത്ഥങ്ങൾ വാങ്ങി ഉപയോഗിച്ച് പലവിധമാവുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ലഹരി പദാർത്ഥങ്ങൾ വാങ്ങുവാൻ വേണ്ടി, എങ്ങനെ പണം നേടുവാൻ വേണ്ടി യൗവന തലമുറകൾ MDMA പോലെയുള്ള മാരക ലഹരി പദാർത്ഥങ്ങൾ വാങ്ങുവാൻ വേണ്ടി കൂടപ്പുറപ്പിനെ കടുത്തറുത്തു മാറ്റുവാനും മടിയില്ലാത്ത ഒരു ലോകത്തിലേക്ക് വന്നു നിൽക്കുകയാണ്. മദ്യപിക്കുവാൻ പണം നൽകാത്തതിന്റെ പേരിൽ അപ്പന്റെ തലയടിച്ചു പൊട്ടിച്ച് കാശ് മേടിക്കുന്ന മക്കൾ കേരളത്തിന്റെ അകത്ത് എഴുന്നേറ്റിരിക്കുന്നു. കേൾക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഇത് വിദേശത്ത് എവിടെയോ നടന്ന സംഭവങ്ങളല്ല ഞങ്ങൾ എവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മറിച്ച് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് മലയാളി മാറത്ത് കൈവച്ച അഭിമാനത്തോടെ പറഞ്ഞ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അവസ്ഥയാണിത്. വർഷങ്ങൾക്ക് മുൻപ് അഭിമാനത്തോടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് മലയാളി പറഞ്ഞ നമ്മുടെ കൊച്ചു കേരളം മദ്യത്തിന്റെയും ലഹരി പദാർത്ഥത്തിന്റെയും കുലപാതകത്തിന്റെയും പീഡനത്തിന്റെയും അക്രമത്തിന്റെയും അഴിമതിയുടെയും സ്വന്തം നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണം? മതമല്ല ഇതിന്റെ പിന്നിലുള്ള കാരണം, രാഷ്ട്രീയ പാർട്ടികളല്ല ഇതിന്റെ പിന്നിലുള്ള കാരണം. മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെട്ടു പോയി, മതങ്ങൾ പരാജയപ്പെട്ടു പോയി, വിദ്യാഭ്യാസ ശാലകൾ പരാജയപ്പെട്ടു പോയി. നിയമങ്ങളെ കാറ്റിൽ പാറ്റിച്ചുകൊണ്ട്, നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഓരോ കുറ്റകൃത്യങ്ങൾ പെരുകുമ്പോൾ നിയമങ്ങൾ കഠിനമാക്കിയിട്ടും അതൊന്നും ലേശം പോലും ഗണ്യമാക്കാതെ വരും തലമുറ ലേശം ശല്യമില്ലാതെ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആർക്ക് ഇതിന് മാറ്റം വരുത്തുവാൻ കഴിയും? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പാപമാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം. ഒരു വ്യക്തി
ലോകത്ത് ജനിക്കുമ്പോൾ അവർ കുലപാതകയായിട്ടല്ല, ഒരു മോഷ്ടാവായിട്ടല്ല, ഒരു പീഡനം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടല്ല, ഒരു മദ്യപാനിയായിട്ടല്ല, ഒരു മനുഷ്യനായി ഈ ലോകത്ത് ജനിക്കുന്നു. പക്ഷേ മനുഷ്യത്വരഹിതമാകുന്ന കുറ്റകൃത്യങ്ങൾ ഒരുവനെ ചെയ്യിക്കുന്ന രീതിയിൽ അവനെ അടക്കി വാഴുന്ന, അവന്റെ അകത്ത് കുടികൊണ്ട് വാഴുന്ന ആ വ്യക്തിയെ, ആ സത്യത്തെ വിളിക്കുന്ന പേരാണ് പാപം എന്നുള്ളത്. ഇതെങ്ങനെ തിരിച്ചറിയുവാൻ സാധിക്കും? ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ പാപം എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ നിങ്ങളൊക്കെ കളിയാക്കുവാൻ സാധ്യതയുണ്ട്. പാപമില്ലെങ്കിൽ എന്തിനാണ് നമ്മുടെ വീട്ടിന്റെ മുൻപിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നത്? നമ്മുടെ CCTV ക്യാമറകൾ ഒന്ന് പണിമുടക്കിയാൽ സമാധാനമായി ഉറങ്ങുവാൻ കഴിയാത്ത ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത്. പാപമില്ലെങ്കിൽ എന്തിനാണ് നമ്മുടെ കടകൾക്കെല്ലാം നല്ല ബലമേറിയ പൂട്ടുകൾ നമ്മൾ സ്ഥാപിക്കുന്നത്? എന്തിനാണ് നമ്മുടെ വീടിന്റെ വാതിലുകളിൽ 2-3 പൂട്ടുകൾ നമ്മൾ സ്ഥാപിക്കുന്നത്? ഒന്ന് വീട് വിട്ട് പുറത്തേക്ക് പോയാൽ മടങ്ങി വരുന്നവരെ ടെൻഷനാണ്. കാരണം കള്ളന്മാർ വന്ന് അതിൻ്റെ അകത്ത് സമ്പാദിച്ച പണമെങ്ങാനും എടുത്തുകൊണ്ട് പോകുമോ എന്ന് ആശയോടെ കിടന്നുറങ്ങുന്ന യാത്ര ചെയ്യുന്ന മലയാളികളാണ് നാം എല്ലാവരും. കാരണം ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യന്റെ അകത്ത് പാപമെന്ന വിഷമുണ്ട്. പലപ്പോഴും നമ്മുടെ അകത്ത് കുടികൊണ്ട് വാഴുന്ന പാപത്തെ താലോലിച്ച് വളർത്തുന്ന ഒന്നായി ലഹരി പദാർത്ഥങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ക്യാമ്പസുകളിൽ ലഹരി പദാർത്ഥങ്ങൾ സുലഭമാണ്. ഇന്ന് റോഡരകത്ത് ലഹരി പദാർത്ഥങ്ങൾ സുലഭമാണ്. പല സുഖത്തിനു വേണ്ടി തേടിപ്പോകുന്ന മനുഷ്യ തുച്ഛമാകുന്ന വില കൊടുത്ത് നീ മേടിച്ചു കുടിക്കുന്ന, നീ മേടിച്ചുപയോഗിക്കുന്ന, നീ വലിച്ചു പുറത്തേക്ക് കളയുന്ന ഈ ലഹരി പദാർത്ഥമുണ്ടല്ലോ, ഇന്നൊരു പക്ഷെ താങ്കളെ സുഖിപ്പിക്കുന്ന ഈ ലഹരി പദാർത്ഥം, താങ്കളെ പലതും ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അതേ ഈ ലഹരി പദാർത്ഥം ഒരുപക്ഷെ ധൈര്യത്തോടെ മറ്റുള്ളവരുടെ മുൻപാകെ നിൽക്കുവാൻ വേണ്ടി താങ്കൾക്ക് ധൈര്യം നൽകുന്ന ഈ ലഹരി പദാർത്ഥം നാളത്തെ സുപ്രഭാതത്തിൽ കൊടും കുറ്റവാളി എന്ന പേരിന് താങ്കളെ വിധേയനാക്കുവാൻ ഈ ലഹരിക്ക് കഴിയുമെന്ന് താങ്കൾ തിരിച്ചറിയാതെ പോകരുത്. നമ്മുടെ മുൻപ് കഴിഞ്ഞ നാളുകൾ നടന്ന കുറ്റകൃത്യങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് നീണ്ട നിരയിൽ പോലീസ് പിടിച്ചെടുത്ത കുറ്റവാളികളെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. പല വ്യക്തികളും മദ്യത്തിന്റെ ലഹരിയിൽ ചെയ്തതാണ് പല കുറ്റകൃത്യങ്ങൾ. അങ്ങനെയെങ്കിൽ ഇന്ന് താങ്കളെ പലതും ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഈ ലഹരി പദാർത്ഥങ്ങൾ ഒരുപക്ഷെ ഒരു കുറ്റവാളി എന്ന പേരിൽ, അല്ലെങ്കിൽ ഈ ലോകത്തെ ഭയപ്പെടുത്തുന്ന ഭീകരമാകുന്ന ഒരു ആത്മഹത്യയുടെ പേരിൽ, ഒരു അപകട മരണത്തിന്റെ പേരിൽ താങ്കളെ കൊണ്ടെത്തിക്കുവാൻ ഈ ലഹരിക്ക് കഴിയുമെന്ന കാര്യം താങ്കൾ തിരിച്ചറിയാതെ പോകരുത്. അങ്ങനെയെങ്കിൽ ഈ വിപത്തിൽ വീണുപോയ മനുഷ്യരെ രക്ഷിക്കുവാൻ ആർക്ക് കഴിയും? പല ഡീഅഡിക്ഷൻ സെന്ററുകൾ നമ്മുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. ആരോഗ്യ കേന്ദ്രങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല വിദ്യാഭ്യാസ ശാലകളിലും ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. സാമുദായിക സംഘടനകൾ ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട്. നിയമപാലകന്മാർ ചെയ്യുന്നുണ്ട്. പക്ഷേ അമ്പാടെയെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഈ പകൽ വേളയിൽ അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു, മാനവ കുലത്തെ മുടിച്ചുകൊണ്ടിരിക്കുന്ന, പാപത്തെ തച്ചുടച്ചുകൊണ്ട് മാനവകുലത്തെ രക്ഷിക്കുവാൻ കഴിയുന്ന ഏക വ്യക്തി നസ്രയനാകുന്ന യേശു മാത്രമാണ്. എന്താണ് യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറയുന്നത്? പല അവതാരങ്ങളും ഈ ലോകത്ത് കടന്നു വന്നത് പലരെയും നിഗ്രഹിക്കുവാൻ വേണ്ടിയായിരുന്നു. എന്നാൽ മനുഷ്യനെ അടയ്ക്കുവാനിരുന്ന, മനുഷ്യനെ തകർത്തുകൊണ്ടിരുന്ന, പല ലഹരി പദാർത്ഥങ്ങളിലേക്കും അവനെ നയിച്ചുകൊണ്ടിരുന്ന, പല കുറ്റകൃത്യങ്ങളും ചെയ്യുവാൻ വേണ്ടി മനുഷ്യരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന, പാപത്തെ തച്ചുടച്ചുകൊണ്ട് പാപിയെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ അവതരിച്ച വ്യക്തിയാണ് യേശു. യേശു ലോകത്തിലേക്ക് വന്നത് മതത്തിനു വേണ്ടിയല്ല, മതസ്ഥാപനത്തിനു വേണ്ടിയല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിന് വേണ്ടിയല്ല, മറിച്ച് പാപത്തിൽ വീണുപോയ, പാപത്തിൽ താണുപോയ, പാപത്തിൽ തകർന്നുകൊണ്ടിരുന്ന മാനവ കുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി യേശു ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നു. യേശു ലോകത്തിൽ വന്ന് 33.5 വയസ്സിൽ ലോകത്തിൽ ജീവിച്ചു. എന്നിട്ട് സകല മാനവ കുലത്തിന്റെ പാപത്തെ താൻ സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ ഗോൽഗോഥ മലമുകളിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ പാപം ചെയ്യാതെ പാപികൾക്ക് വേണ്ടി, ശപിക്കപ്പെട്ടവർക്ക് വേണ്ടി അവൻ സ്വയമായി തകരുവാനിടയായി തീർന്നു. അവൻ യാഗമായി തീരുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിത, പാപത്തെ മാറ്റുവാൻ വേണ്ടി നരബലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.
ആഗ്രഹിക്കുന്നു. നരബലിയുടെ ആവശ്യമില്ല. താങ്കളുടെ പാപത്തിനു വേണ്ടി, താങ്കളുടെ ശാപത്തിനു വേണ്ടി ഒരുവൻ പരമയാഗമായി തീരുവാനിടയായി തീർന്നു. അവൻ മരിച്ചത് ഒരു ജാതിക്ക് വേണ്ടിയല്ല, ഒരു മതത്തിനു വേണ്ടിയല്ല, ഒരു പ്രസ്ഥാനത്തിനു വേണ്ടിയല്ല, മറിച്ച് സകല മനുഷ്യന് വേണ്ടിയാണ്. ഇന്ന് രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, പണം ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്, സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സമയം കളയേണ്ട, പണം കളയേണ്ട, യാത്രകൾ ചെയ്യേണ്ട. താങ്കൾ ആയിരിക്കുന്ന മേഖലയ്ക്കകത്ത് യേശുവേ, ഞാനൊരു ഭാവിയാണ്, ജന്മകർമ്മ പാപങ്ങൾക്ക് ഞാൻ വിധേയനാണ്, ഞാൻ അറിഞ്ഞും അറിയാതെയും പലവിധമാകുന്ന തെറ്റുകൾ ചെയ്തു പോയി, ഞാൻ ഈ ലഹരിയിൽ വീണുപോയി, കരകയറണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് നല്ല ഒരു ഭർത്താവായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല ഒരു മകനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല എന്ന് തീരുമാനമെടുക്കാൻ. പക്ഷേ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. എന്നെ രക്ഷിക്കുവാൻ ആർക്കും കഴിയത്തില്ല, ആത്മഹത്യയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ സ്നേഹിത, ലഹരി നൽകാത്ത, ലഹരി പദാർത്ഥങ്ങൾ നൽകാത്ത, നിത്യമാകുന്ന സമാധാനം നൽകുവാൻ, നിത്യമാകുന്ന സന്തോഷം നൽകുവാൻ കഴിവുള്ള ഒരു വ്യക്തി പ്രഭാവമാണ് നസ്രയനാകുന്ന യേശു ക്രിസ്തു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല സുഹൃത്തെ. താങ്കളെ ഭരിക്കുന്ന നിരാശയെ മാറ്റുവാൻ, സാമ്പത്തിക പ്രശ്നങ്ങളെ മാറ്റുവാൻ, മാറാ രോഗത്തെ മാറ്റുവാൻ, ശാപത്തിന്റെ ബന്ധനത്തെ അഴിക്കുവാൻ കഴിവുള്ള ഏക സത്യദൈവമാണ് ഞങ്ങൾ ഇത് പകൽ ഉയർത്തുന്ന നസ്രയനാകുന്ന യേശു ക്രിസ്തു. ഈ രക്ഷയ്ക്ക് വേണ്ടി, ഈ പാപവിമോചനത്തിനു വേണ്ടി യാത്രകൾ ചെയ്യേണ്ട, സമയത്തെ കളയണ്ട, ദൂരെ ഒന്ന് പോകണ്ട. ആയിരിക്കുന്ന സ്ഥലത്ത് താങ്കളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ രക്ഷ താങ്കൾക്കും സൗജന്യമാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് സമൂഹത്തിന് വേണ്ടാതെ, വീട്ടുകാർക്ക് വേണ്ടാതെ, ജനിപ്പിച്ച അപ്പനും അമ്മയ്ക്കും വേണ്ടാതെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ എന്നെ കുറിച്ച് പറയുമ്പോൾ നിറ കണ്ണുകളോട് തലകുനിച്ച ഒരു മാതാവും പിതാവും എന്റെ ഭവനത്തിന്റെ അകത്തുണ്ടായിരുന്നു. രാവിലെ വീട് വിട്ടിറങ്ങുന്ന എന്നെ കുറിച്ച് ഓർത്ത് കരയുന്ന, ഭാരപ്പെടുന്ന ഒരു അപ്പനും അമ്മയും എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ വീട് വിട്ടുപോയി വൈകുന്നേരം വരാൻ വൈകിയ എന്റെ അപ്പന് ഭാരമില്ല, പേടിയില്ല, ടെൻഷനില്ല. അനേക ഭവനത്തിന്റെ അകത്ത് രാവിലെ സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞ് വൈകിട്ട് വരാൻ വൈകുമ്പോൾ അപ്പനും അമ്മയും ടെൻഷനോടെ ആയിരിക്കുമ്പോൾ, പേടിയോടെ ആയിരിക്കുമ്പോൾ, പല ഞങ്ങളുടെ പ്രായമുള്ള യൗവനക്കാരെ കുറിച്ച് ഓർത്തിട്ട് പല അപ്പനും അമ്മയും ഭാരപ്പെടുമ്പോൾ, പേടിക്കുമ്പോൾ, ആ ഒരു പേടി ഞങ്ങളെ കുറിച്ച് ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കുമില്ല. ഞങ്ങളുടെ പ്രായമുള്ള 30, 28, 25 വയസ്സുള്ള അനേക യൗവനക്കാര് സ്റ്റേഷനുകൾ കയറിയിറങ്ങുമ്പോൾ കയ്യിൽ വിലങ്ങും വെച്ചുകൊണ്ട് ജയിലിലേക്ക് നടന്നു പോകുമ്പോൾ, പലരുടെയും ചിത്രങ്ങൾ പോസ്റ്റിൽ പതിയുമ്പോൾ, പലരുടെയും പേരുകൾ പത്രത്തിന്റെ അകത്ത് ഉയർന്നു കാണുമ്പോൾ, പലരെയും കുറിച്ച് അപ്പനും അമ്മയും മാറത്തടിച്ച് കരയുമ്പോൾ അഭിമാനത്തോടെ ഞങ്ങൾ കൈമാറട്ടെ. ലഹരി നൽകാത്ത, ലഹരി പദാർത്ഥങ്ങൾ നൽകാത്ത നിത്യമാകുന്ന ഒരു സമാധാനം, നിത്യമായ ഒരു സന്തോഷം സുവിശേഷം ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട് ഞങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങളുടെ അപ്പന് ഭാരമില്ല, പേടിയില്ല. ഞങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർ തലകുനിക്കാറില്ല. ഞങ്ങളുടെ അപ്പന്റെ മുൻപാകെ, ഞങ്ങളുടെ അമ്മയുടെ മുൻപാകെ, സമൂഹത്തിന്റെ മുൻപാകെ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, മറ്റുള്ളവരെ ചേർത്ത് പിടിപ്പാൻ, മാതൃകയോടെ ഞങ്ങളെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച ഏക സന്ദേശമാണ്, ഏക ശബ്ദമാണ് സത്യസുവിശേഷം എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഇത് പല സമാധാനമില്ലാതെ, ഒരുപക്ഷെ മകന്റെ മദ്യപാനമാകട്ടെ, ഒരുപക്ഷെ മകളുടെ വഴിപെട്ട ജീവിതമാകട്ടെ, ഒരുപക്ഷെ ഭർത്താവിനെ കുറിച്ചുള്ള ചിന്തകളാകട്ടെ, ഭാരപ്പെടേണ്ട സ്നേഹിത. ഞങ്ങളെ മാറ്റിയ ആ രക്ഷകനാകുന്ന ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നുണ്ട്. മറ്റൊരുത്തലിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. മാതാവിന്റെ കണ്ണുനീർ മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. സ്നേഹിത, താങ്കളുടെ ദൂഷ്യ സ്വഭാവങ്ങൾ മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവം. എന്തുകൊണ്ട് ഇങ്ങനെ ധൈര്യത്തോടെ, അഭിമാനത്തോടെ, യാതൊരു ലജ്ജയും കൂടാതെ കവലകൾ തോറും ഇങ്ങനെ പ്രസംഗിക്കുന്നു ചോദിച്ചാൽ, ഞങ്ങൾ ഉയർത്തുന്ന യേശു അവൻ മരിച്ച ദൈവമല്ല, അവൻ മരണത്തെ ജയിച്ച ദൈവമാണ്. അവൻ 2025 വർഷങ്ങൾക്ക് മുൻപ് അവൻ മരിക്കുവാനിടയായി തീർന്നു. പക്ഷേ മരണത്തെ ജയിച്ചുകൊണ്ട് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. ആ ശിഷ്യഗണങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന യേശുവിനെ നോക്കി നിന്ന് ശിഷ്യഗണങ്ങളോട് ദൂതന്മാർ ഇപ്രകാരം ചോദിക്കുവാനിടയായി തീർന്നു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്താ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു അവൻ പോയതുപോലെ മടങ്ങി വരുവാനിടയായി തീരും. എന്തിനാണ് യേശു വരുന്നത്? തന്നെ കാത്തിരിക്കുന്ന ഭക്തന്മാരെ ചേർക്കുവാൻ വേണ്ടി. ഇന്ന് പകൽ നിങ്ങൾ മറന്നു പോകരുത്, നമുക്കൊരു മരണമുണ്ട്. മരണം കൊണ്ട് ഈ ലോകത്തിലുള്ള ജീവിതം അവസാനിക്കും. പക്ഷേ മരണം ഒരു മനുഷ്യന്റെ അവസാനമല്ല. ഒരുവൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതായെങ്കിലും തീയതായാലും തക്കതായ
അതായത് പ്രാപിക്കാൻ തക്കവണ്ണം നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടുന്ന ഒരു സമയമുണ്ട്. അങ്ങനെയെങ്കിൽ മരിച്ചുപോയവന്റെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആർക്കും തന്നെ നേർച്ചകൾ കൊണ്ടോ കാഴ്ചകൾ കൊണ്ടോ യാത്രകൾ കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മരണത്തിന് ശേഷമല്ല ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്കതായ പ്രതിഫലം കാത്തിരിക്കുകയാണ്. സുഹൃത്തെ, മരണം സത്യമാണ്, സമയം നിശ്ചയമല്ല. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ. അങ്ങനെയെങ്കിൽ നാം ആരും ക്ഷണിക്കാതെ നമ്മെ തേടി വരുന്ന അതിഥിയായ മരണം നമ്മെ മാടി വിളിക്കും മുമ്പ് രക്ഷകൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇതാണ് രക്ഷാദിനം, ഇതാണ് സുപ്രധാന ദിനം. ഒരുപക്ഷേ അടുത്ത നാളുകൾ ആരൊക്കെ ഉണ്ട് എന്ന് ആർക്കും തന്നെ പറയുവാൻ കഴിയത്തില്ല. ആ മരണം നമ്മെ കവർന്നു പിടിക്കും മുൻപ് രക്ഷകൻ അനുഭവത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ മാറാ രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഞങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകൾ നിങ്ങൾ അതിനെ അനുവദിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ ആയിരിക്കുന്ന മേഖല ഏതായാലും, കർത്താവേ ഞാനൊരു പാപിയാണ്, ജന്മകർമ്മ പാപങ്ങൾ കൊണ്ട് വലയുന്ന വ്യക്തിയാണ്, സമാധാനമില്ലാതെ ആത്മഹത്യക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, എനിക്കൊരു മാറ്റം ആവശ്യമാണ്, ഞാൻ ജനിപ്പിച്ച മക്കൾക്ക് മുൻപാകെ മാതൃകയോടെ ജീവിക്കുവാൻ, ഒരു അപ്പനായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ഞങ്ങൾക്ക് മാറ്റം വരുത്തിയ, ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് മാറ്റം വരുത്തിയ, നിത്യമാകുന്ന സമാധാനം ഞങ്ങൾക്ക് നൽകിയ ആ നല്ല രക്ഷകൻ നിങ്ങളെയും വിടുവിക്കുവാൻ, നിങ്ങളെയും ആശ്വസിപ്പിക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.